നമസ്കാരം. ക്ഷേമ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റിയവർക്കെതിരെ നടപടിക്കൊരുങ്ങി സംസ്ഥാന സർക്കാർ. ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് തരിക. ക്ഷേമ പെൻഷനിൽ കൈയിട്ടുവാരി പണം തട്ടിയെടുത്തവരെ കണ്ടെത്താൻ സംസ്ഥാന ധനവകുപ്പ് നടപടി തുടങ്ങി. അന്വേഷണം കഴിഞ്ഞാലുടൻ പെൻഷൻ കൈപ്പറ്റിയ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടി സ്വീകരിക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. പെൻഷൻ കൈപ്പറ്റിയ ഉദ്യോഗസ്ഥരുടെ പേരുവിവരങ്ങൾ പുറത്തുവിടില്ലെന്നും പട്ടികയിൽ കയറിപ്പറ്റിയ അനർഹരെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തെ നിയോഗിക്കുമെന്നും ധനകാര്യ വകുപ്പ് അറിയിച്ചു. സർക്കാർ ശമ്പളം കൈപ്പറ്റുന്നവർക്ക് ക്ഷേമ പെൻഷന് യോഗ്യരല്ലെന്നിരിക്കെ ഗസറ്റഡ് ഉദ്യോഗസ്ഥരടക്കം സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നതായി പരിശോധനയിൽ കണ്ടെത്തുകയായിരുന്നു. 1458 സർക്കാർ ജീവനക്കാരാണ് പെൻഷൻ കൈപ്പറ്റുന്നതായി കണ്ടെത്തിയത്. പണം പലിശ സഹിതം തിരികെ പിടിക്കണമെന്ന ധനവകുപ്പ് നിർദ്ദേശം വേഗത്തിൽ നടപ്പിലാക്കുന്ന രീതിയിൽ ക്രമക്കേട് നടത്തിയ ഓരോ ഉദ്യോഗസ്ഥർക്കെതിരെയും ഉത്തരവുകൾ അതത് വകുപ്പിൽ നിന്നും ഇതോടൊപ്പം ഇറങ്ങും. വകുപ്പ് തല നടപടികളിൽ കാര്യങ്ങൾ അവസാനിപ്പിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിനാലാണ് വകുപ്പുകൾ നടപടി സ്വീകരിക്കണമെന്ന നിലപാട് മന്ത്രിമാർ അടക്കമുള്ളവർ വിശദീകരിക്കുന്നത്. ആരോഗ്യ വകുപ്പിലും പൊതുവിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലുമാണ് കൂടുതൽ പെൻഷൻ വാങ്ങുന്ന ഉദ്യോഗസ്ഥർ ഉള്ളത് എന്നതാണ് റിപ്പോർട്ടുകൾ. കൂടുതൽ ക്ഷേമ പെൻഷനും മറ്റ് സർക്കാർ അറിയിപ്പുകൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.